ഹലോ ഫ്രണ്ട്സ്, ദ സൗണ്ട് ഓഫ് മാജിക് എപ്പിസോഡ് 6 ഫൈനൽ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ആ തടാകത്തിൽ കാണുന്ന ഡെഡ് ബോഡി പോലീസ് വന്ന് പരിശോധിക്കുന്നതും അത് സ്കൂളിൽ നിന്ന് മിസ്സായ സൊയുവിന്റെ ആണെന്ന് കൺഫേം ആക്കുന്നു. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ മകൾ മിസ്സായി മാസങ്ങളായിട്ടും കറക്റ്റ് ടൈമിൽ അത് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ അമ്മ പോലീസ് ഓഫീസറെ ചീത്ത പറയുന്നതും ഇമോഷണൽ ആവുന്നതും കാണിക്കുന്നുണ്ട്. ഇതേ സമയം ഹന വന്ന് മജീഷ്യൻ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച കാര്യം പറയുന്നു. ക്ലാസ്സിലാണെങ്കിൽ മരിച്ച കുട്ടിയുടെ സീറ്റിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ വെച്ച് ദ ലാസ്റ്റ് പെർഫോമൻസ് എന്നു പേരുള്ള ഫൈനൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ യുനായി മജീഷ്യനെ തിരഞ്ഞ് തീം പാർക്കിൽ എത്തുന്നുണ്ട്. പക്ഷെ ആളവിടെ ഉണ്ടായിരിക്കില്ല. അവൾക്ക് അവിടെ നിന്നും ഒരു ഡയറി കിട്ടുന്നു. ആ ഡയറിയുടെ ഉള്ളിലെ തീം പാർക്കിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടായിരിക്കും. ഇതിൽ പറയുന്നത് പോലെ ഒരു കമ്പി പിടിച്ച് വലിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു വഴി കാണുന്നു. അവൾ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ മജീഷ്യൻ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നോ, ഈ സ്ഥലത്തിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു എന്ന് യുനായി പറയുമ്പോൾ മജീഷ്യൻ വയ്യാതെ കിടക്കുന്ന തന്റെ തത്തയെ നോക്കി ബെല്ലയ്ക്ക് തീരെ വയ്യ എന്ന് പറയുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഇന്നലത്തെ ആക്സിഡന്റിൽ പറ്റിയതാണെന്നും ആള് പറയുന്നുണ്ട്. യുനായി ആണെങ്കിൽ ബെല്ലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ വേണ്ട, അവൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട എന്നാ പറഞ്ഞ് അവൾക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷെ പാവത്തിന് അവസാന നിമിഷങ്ങളിൽ ഒറ്റയ്ക്കിരിക്കാൻ വയ്യ എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്നും പോകണം, പോലീസ് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് യുനായി പറയുന്നു. പോലീസ് എന്തിനാ എന്നെ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്ന മജീഷ്യനോട് ആ പിടിച്ചുപറി നടത്തിയത് നിങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്, പോരാതെ പിന്നെയും കുറെ സംശയങ്ങളുണ്ട് എന്ന് യുനായി പറയുമ്പോൾ അതിന് ഞാനത് ചെയ്തിട്ടില്ല, പിന്നെന്തിനാ ഓടി ഒളിക്കുന്നേ എന്ന് മജീഷ്യൻ പറയുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അവര് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് യുനായി പറയുമ്പോൾ നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നിവൻ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ ആ ചോദ്യത്തിന് ഉറപ്പിച്ച് അവൾക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് എത്തുന്നു. ഓഫീസർ മജീഷ്യനെ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ യുനായി തടയുന്നു. എന്റെ ഫ്രണ്ട് ഇയാളുടെ കൂടെ രാത്രി ഉണ്ടായിരുന്നുവെന്ന് മൊഴി തന്നതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു എന്ന് യുനായി ചോദിക്കുമ്പോൾ എവിഡൻസ് നശിപ്പിച്ചതിനും പിടിച്ചുപറി നടത്തിയതിനും പേരും അഡ്രസ്സും വ്യാജമാക്കി ഈ പ്ലേസിൽ ഇല്ലീഗലായി താമസിക്കുന്നതിനുമുള്ള അറസ്റ്റ് വാറന്റ് ആണ് ഉള്ളതെന്ന് ഓഫീസർ പറയുന്നു. എന്നാൽ മജീഷ്യനെ വിലങ്ങുവെക്കാൻ യുനായി വീണ്ടും സമ്മതിക്കാതെ വരുമ്പോൾ ഓഫീസർ ഇവളോട് ചൂടാവുന്നുണ്ട്. മജീഷ്യൻ ആണെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്, എല്ലാവരും നമുക്ക് എതിരെ നിന്നാലും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ഒരാളുണ്ടല്ലോ, എനിക്കത് മതി, നീ ബെല്ലയെ നോക്കണം, വേറെ ആരെയും എനിക്കത് ഏൽപ്പിക്കാനില്ല എന്ന് പറഞ്ഞ് ഇവൻ ഇവളെ സമാധാനിപ്പിക്കുന്നു. ദേഷ്യത്തിൽ പോകാൻ നിൽക്കുന്ന യുനായിയോട് കുട്ടി നീ എന്ത് കണ്ടിട്ട് ഇപ്പോഴും ഇയാളുടെ കൂടെ നിൽക്കുന്നത്, നീയും അയാളും തമ്മിലുള്ള റിലേഷൻ എന്താ, നിന്റെ ക്ലാസ്സിലെ ഫ്രണ്ടിനെ അപായപ്പെടുത്താൻ നോക്കിയ കാര്യം നീ അറിഞ്ഞില്ലേ, നിനക്കറിയാത്ത കാര്യങ്ങൾ ഇനി ഞാൻ പറഞ്ഞു തരാം. അയാളുടെ പേര് റിമ്യോൺ എന്നാണ്, വയസ്സ് 30, ഹൈസ്കൂളിൽ വെച്ച് പകുതിക്ക് പഠനം നിർത്തി, 10 വർഷം മുന്നേ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ചാടി, 3 വർഷം മുന്നേ ഇതുപോലെ ഒരു കുട്ടിയുടെ മിസ്സിംഗ് ഉൾപ്പെടെ 3 കേസുകളിൽ സംശയിക്കുന്ന ആളാണ്, വേറെയും കേസുകളായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓഫീസർ പോകുമ്പോൾ ഇവൾ ആകെ തകരുന്നു. ഇവൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ സങ്കടത്തിൽ മജീഷ്യനുമായുള്ള ഓർമ്മകൾ ഓർത്തെടുക്കുന്നു. ഈ ടൈമിൽ അവിടേക്ക് നാൽഡങ് വരുന്നുണ്ട്. മജീഷ്യൻ എവിടെയെന്ന് ചോദിക്കുന്ന നാൽഡങ്ങിനോട് ആളെ പോലീസ് കൊണ്ടുപോയി, അവര് ഡീറ്റെയിൽസ് എടുത്തപ്പോൾ പറഞ്ഞത് ആളൊരു ഭ്രാന്തനാണെന്നാണ്, ശരിക്കും ആൾ അങ്ങനെയായിരിക്കൂ എന്ന് വിഷമിച്ച് ചോദിക്കുന്ന ഇവളോട് നിന്റെ മനസ്സെന്താ പറയുന്നേ എന്നിവൻ തിരിച്ചു ചോദിക്കുന്നു. എനിക്കറിയില്ല, എല്ലാവരും ഇപ്പോൾ ഞാൻ പറയുന്നതും ചിന്തിക്കുന്നതുമെല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ എനിക്കും സംശയം തോന്നുന്നു എന്ന് യുനായി പറയുന്നു. എനിക്ക് വിശ്വാസമാണ്, നിനക്കാളെ വിശ്വാസമാണെങ്കിൽ എനിക്കും വിശ്വാസമാണ്, ഞാനില്ലേ എന്നിവൻ ചോദിക്കുമ്പോൾ തൊട്ടു മുന്നേ മജീഷ്യൻ ഇവളോട് ആരും വിശ്വസിച്ചില്ലെങ്കിലും ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. പെട്ടെന്നാണ് അവൾക്ക് ആ പ്രഗ്നന്റ് ആയ ലേഡിയുടെ കാര്യം ഓർമ്മ വരുന്നത്. നെക്സ്റ്റ് സീനിൽ ഇവർ രണ്ടുപേരും ആ ലേഡിയെ കാണുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ ആളെ അറിയെന്ന് നാൽഡങ് ചോദിക്കുമ്പോൾ ഞാനും റിമ്യോണും ഫ്രണ്ട്സ് ആയിരുന്നു, സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത് എന്ന് പറയുന്ന കേൾക്കുന്ന യുനായി പക്ഷേ പോലീസ് പറഞ്ഞത് പഠിപ്പ് പകുതിക്ക് വെച്ച് നിർത്തിയെന്നാണല്ലോ. ഇത് കേൾക്കുന്ന ലേഡി 10 വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ റിമ്യോൺ നല്ല ഹാൻഡ്സമായ പഠിക്കാൻ മിടുക്കനായ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല പഠിപ്പുള്ള പ്രൊഫസേഴ്സ് ആയിരുന്നു. അവൻ്റെ സിംബ്ലിങ്സും പഠിക്കാൻ നല്ല മിടുക്കരായിരുന്നു. അന്ന് എനിക്ക് ക്രഷ് തോന്നി, ഞാനൊരു ഗിഫ്റ്റ് വേറെ പെൺകുട്ടി തന്നതാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ നേരിട്ട് വന്ന് തരാൻ പറ്റാത്ത ആളുടെ ഗിഫ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് അവൻ അത് റിജക്ട് ചെയ്തു. ഇവളാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ഫുൾ ടൈം പഠിക്കുന്നേ, ആരാവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തീരുമാനമൊന്നുമില്ല, ഞാനിങ്ങനെ പഠിക്കുന്നതും നല്ല മാർക്ക് വാങ്ങുന്നതും പാരൻസിന് ഹാപ്പിയാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അവൻ അന്ന് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് ലവ് റിജക്റ്റ് ആയെങ്കിലും അവൻ എൻ്റെ ഒരു ഫ്രണ്ടായി. 1 വർഷത്തിന് ശേഷം ഹൈസ്കൂളിൽ വീണ്ടും ഒരേ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ ഇവന്റെ ക്യാരക്ടറിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നതൊന്നും ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പഠിത്തത്തിൽ മിടുക്കനായ അവൻ പതിയെ
പതിയെ താഴത്തേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ തലകറങ്ങി വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ അവിടെയും അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ഇവള്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മതി പഠിച്ചത്, എന്തിനാ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പഠിക്കണം, എന്റെ ചേച്ചിയും ചേട്ടനൊക്കെ നന്നായി പഠിക്കും, അവരുടെ കൂടെ എത്തണമെന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. പിന്നീട് ഒരു ദിവസം എൻട്രൻസ് എക്സാമിന്റെ മുന്നേ സ്കൂളിലെ ടെറസിന്റെ മുകളിൽ നിൽക്കുന്ന അവൻ ഒരു പൂമ്പാറ്റയെയും പൂക്കൾ കൊണ്ട് നിറഞ്ഞ പാടത്തെയും മനസ്സിൽ കാണുന്നു. മാനസികമായി തകർന്ന ഇവൻ ആ പൂമ്പാറ്റയ്ക്ക് പിന്നാലെ പോകുന്നതും ടെറസിന്റെ മുകളിൽ നിന്നും വീഴുന്നു. അതിനുശേഷം അവനെ ഞാൻ കണ്ടിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ആയ അവനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. അവൻ ഒരിക്കലും ഇതുപോലെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ സ്ത്രീ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നാൽദങ്ങിന് യുനായിക്ക് നല്ല സങ്കടം വരുന്നു. ഇതേ സമയം നാൽദങ്ങിനാണെങ്കിൽ അവന്റെ സാഹചര്യമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിലും റിമ്യോൺ ഒന്നും പറയുന്നുണ്ടാവില്ല. ഹന തന്ന വീഡിയോ ചെക്ക് ചെയ്ത പോലീസുകാരൻ ഈ കത്തിയിൽ മരിച്ച കുട്ടിയുടെ ഫിംഗർ പ്രിന്റും ഇയാളുടെ ഫിംഗർ പ്രിന്റും ഉണ്ട്, ഇത് ആ തീം പാർക്കിൽ നിന്നാണ് കിട്ടിയത്, ഈ കത്തി ഉപയോഗിച്ചാണ് പിടിച്ചുപറി നടത്താൻ നോക്കിയതെന്ന് ആ അമ്മാമ്മയും മൊഴി തന്നു. വീഡിയോയിൽ ഇയാൾ ഉപയോഗിക്കുന്ന കത്തിയും ഇതായിരിക്കണം. പക്ഷേ വീഡിയോയിൽ കാണുന്ന മറ്റേയാൾ ശരിക്കും മരിച്ചോ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല എന്നും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവർ നോക്കുന്ന ടൈമില് ക്വസ്റ്റ്യൻ ചെയ്യാനിരുത്തിയിരുന്ന റിമിയോണിനെ കാണാനില്ല. ഈ ലേഡിയാണെങ്കിൽ അവൻ അന്ന് കരയുമ്പോൾ അത് കേൾക്കാൻ ആരും ഉണ്ടായില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന യുനായി അന്ന് ആ കടയുടമയായി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ എങ്ങനെ അവിടെ എത്തിയെന്ന ഇവളുടെ ചോദ്യത്തിന് നീ മനസ്സിൽ കരഞ്ഞത് ഞാൻ കണ്ടു എന്ന് ഇവൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. ഈ സ്ത്രീയാണെങ്കിൽ അവൻ അഡൾട്ട് ആകാൻ ആഗ്രഹമില്ലാത്തത് ഒരു പക്ഷേ അവന്റെ ടീച്ചേഴ്സും പാരന്റ്സും ഫ്രണ്ട്സും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാകാം. ഒരു കുട്ടിയായി ഇരിക്കാൻ അവൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, റിയാലിറ്റിയുമായി ചേരാൻ അവന് കഴിയാത്തതും അതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ യുനായിക്ക് ഒരു കോള് വരുന്നുണ്ട്. മജീഷ്യൻ സ്റ്റേഷനിൽ നിന്ന് മിസ്സായ കാര്യം അറിയുന്ന യുനായി നാൽദങ്ങും അവിടേക്ക് പോകാൻ നോക്കുന്നു. പോകുന്ന ടൈമിൽ യുനായി അവൾക്ക് സങ്കടം വന്ന സമയങ്ങളിലെല്ലാം റിമ്യോൺ സന്തോഷിപ്പിച്ചതും മോട്ടിവേഷൻ ചെയ്ത കാര്യങ്ങളും ആലോചിക്കുന്നു. നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് റിയാലിറ്റിയിൽ വിശ്വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. ചില സമയങ്ങളിൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ എന്നും ഇവൾ മനസ്സിൽ പറയുന്നു. ഓടി വയ്യാതെ നിൽക്കുന്ന ഇവളോട് നാൽദങ്ങ് സെപ്പറേറ്റ് ആയി തിരയാമെന്ന് പറഞ്ഞ് ഇവൻ പോകുന്നത് സ്കൂളിലേക്കാണ്. സ്കൂളിലാണെങ്കിൽ മറ്റു 2 കുട്ടികൾ മജീഷ്യനെ പറ്റിയും യുനായിയെ പറ്റിയും കളിയാക്കി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന നാൽദങ്ങ് അവരായിട്ട് തല്ലുണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം തീം പാർക്കിലെത്തുന്ന യുനായി കാണുന്നത് മജീഷ്യൻ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാൻ നിൽക്കുന്നതും ആളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വെയിറ്റ് ചെയ്യുന്നതുമാണ്. നിങ്ങൾ മര്യാദയ്ക്ക് കോപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്ന ഓഫീസറോട് തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിനാ കോപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മജീഷ്യൻ തിരിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ശരിയല്ലാത്തത് കൊണ്ട് നല്ല ശിക്ഷയൊന്നും കിട്ടില്ല. നിങ്ങളുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വക്കീലിനെ വെക്കാനും അവർ തയ്യാറാണ് എന്ന് കേൾക്കുന്ന മജീഷ്യൻ എവിടെയാണെങ്കിലും ഞാൻ എസ്കേപ്പ് ആവും എന്ന് പറയുന്നു. പോലീസ് ആണെങ്കിൽ ഒരു വഴിയും ഇല്ലാണ്ട് ഗൺ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം കാണുന്ന യുനായി നിലവിളിച്ച് അവിടേക്ക് വരുന്നു. ഇവളെ തടയാൻ നോക്കുന്ന ഓഫീസറോട് എനിക്ക് കുറച്ച് ടൈം തരണം ആളുമായി സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഇവൾ ആ സ്റ്റേജിലേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും അവിടെ മഞ്ഞു വീണ് തുടങ്ങുകയാണ്. നമ്മൾ വീടിന്റെ അകത്തല്ലേ നിൽക്കുന്നേ, പിന്നെ എങ്ങനെയാ ഇവിടെ മഞ്ഞു വീഴുന്നതെന്ന് അന്തം വിട്ട് പോലീസുകാർ ചോദിക്കുമ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നു. ഇതേ സമയം നാൽദങ്ങിനെ കാണിക്കുന്നുണ്ട്. നല്ല തല്ല് കിട്ടിക്കിടക്കുന്ന ഇവൻ പുറത്തേക്ക് നോക്കി ആ മഞ്ഞു വീഴുന്നത് ശ്രദ്ധിക്കുന്നു. യുനായി ആണെങ്കിൽ സ്റ്റേജിൽ കയറി ഒരു സോങ് പാടുന്നതാണ് കാണിക്കുന്നത്. ആ സോങ്ങിൽ ഇവൾ കുറെ കാര്യങ്ങൾ ആലോചിക്കുന്നു. അതോടൊപ്പം 10 വർഷം മുന്നേ സ്കൂളിന്റെ ടെറസിൽ നിന്ന് വീണ് അഡ്മിറ്റായി ഹോസ്പിറ്റൽ കിടക്കുന്ന റിമ്യോൺ ജനാലയിലൂടെ നോക്കുമ്പോൾ തീം പാർക്കിലെ യന്ത്രൂഞ്ഞാൽ കാണുന്നത് കാണിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുന്നിലത്തെ എപ്പിസോഡില് ഇവൾ അമ്മയെ കാണാതെ കുട്ടിക്കാലത്തെ മേരിഗോ റൗണ്ടിന്റെ അവിടെ വന്ന് നിൽക്കുമായിരുന്നു എന്ന് കാണിച്ച സീനില് അവസാനം ഒരു പേഷ്യന്റിന്റെ ഡ്രസ് ഇട്ട് ഒരാളെ കാണിക്കുന്നുണ്ടായിരുന്നു. മുഖമൊന്നും കാണിക്കാതെ കാല് മാത്രം കാണിച്ചിട്ടാണ് ആ സീൻ അവിടെ കട്ടാക്കിയത്. ഈ സീനിലാണ് നമുക്കത് ആരാന്ന് മനസ്സിലാവുന്നത് അന്നത്തെ മജീഷ്യൻ ആയിരുന്നു എന്ന്. അതായത് 10 വർഷം മുന്നേ ഇവര് പോലും അറിയാണ്ട് ഇവര് കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മാജിക്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന യുനായിയോട് എന്റെ മാജിക് സക്സസ് ആക്കി തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് മജീഷ്യൻ ആ തൊപ്പി ഇവൾക്ക് വെച്ചു കൊടുക്കുന്നു. ഇതുള്ളപ്പോൾ നീ എന്ത് വിചാരിച്ചാലും നടക്കുമെന്ന് റിമ്യോൺ പറയുന്നത് കേൾക്കുന്ന ഇവള് പതിവ് പോലെ ചിരിക്കുന്നു. ഓഫീസർ ആണെങ്കിൽ മതി ടൈം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മജീഷ്യൻ അവരുടെ കൂടെ പോകാൻ നോക്കുന്നു. ഈ ടൈമിൽ യുനായി മാജിക് കൊണ്ട് ഇയാൾക്ക് എന്റെ വിധിയെ ഒന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അയാളുടെ മാജിക്കിന്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് മനസ്സിലാലോചിച്ച് പോകാൻ നിൽക്കുന്ന മജീഷ്യനെ തടയുന്നു. മാജിക് ഒരിക്കലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നില്ല, പക്ഷെ അത് കണ്ടെത്താൻ നിങ്ങളെ അനുവദിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞ് യുനായി നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മജീഷ്യനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ചിരിച്ചു നിൽക്കുന്ന ഇവനെ യുനായി അവിടെയുള്ള ഒരു കറുത്ത തുണി കൊണ്ട് അന്നര സുമന്നര എന്ന മന്ത്രം പറഞ്ഞു മൂടുമ്പോൾ ഇവൻ അപ്രത്യക്ഷനാകുന്നു. ഇത് കാണുന്ന പോലീസിനൊന്നും മനസ്സിലാവുന്നില്ല. അവർ അന്തം വിട്ട് അവിടെ തിരയുമ്പോൾ അവരെ പോലെ അന്തം വിട്ട് നിൽക്കുന്ന യുനായി സന്തോഷം കൊണ്ട് കരയുന്നു. തന്റെ മാജിക് ജയിച്ചതിന്റെ സന്തോഷവും കുറ്റവാളിയല്ലാത്ത അയാളെ വീണ്ടും ഒരു ഭ്രാന്താശുപത്രിയുടെ തടവറയിലേക്ക് വിട്ടുകൊടുക്കാതെ രക്ഷിച്ചതിന്റെ സന്തോഷവും അവളുടെ കണ്ണിൽ കാണാം. അങ്ങനെ ആ സീൻ അവിടെ അവസാനിക്കുന്നു. അങ്ങനെ മജീഷ്യൻ അപ്രത്യക്ഷനായി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബെല്ലയും മരിക്കുന്നു. യുനായി അവളെ തീം പാർക്കിലാണ് കുഴിച്ചിടുക. മജീഷ്യൻ പറഞ്ഞ പോലെ ബെല്ലയുടെ
എപ്പിസോഡിന്റെ അവസാന ടൈമിൽ യൂനായും അനിയത്തിയും അവളെ ഒറ്റയ്ക്കാക്കാതെ കൂടെയുണ്ടായിരുന്നു എന്ന സാറ്റിസ്ഫാക്ഷനിലായിരിക്കും യൂനായി. ഇതേ സമയം പോലീസുകാർ ഈ കേസ് വിട്ടിട്ടുണ്ടാവില്ല. തീം പാർക്കിന് പുറത്ത് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തകരാറാണ്. എന്നാൽ 2 മാസങ്ങൾക്ക് മുന്നേ തീം പാർക്കിന് പുറത്തുള്ള ഒരു ക്യാമറ പെട്ടെന്ന് വർക്കായി 4 മിനിറ്റ് മാത്രം റെക്കോർഡായിട്ടുണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് ആ സ്റ്റുഡന്റിനെ കൊന്ന കൊലയാളിയായിരിക്കും കാണുന്നത്. ആക്ച്വലി അത് വേറെ ആരുമല്ല, ആ ഷോപ്പ് മുതലാളിയായ ഫ്രോഡ് ആയിരിക്കും. ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാനല്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ടെങ്കിലും ഉണ്ടായ കാര്യങ്ങളെല്ലാം പോലീസുകാർക്ക് മനസ്സിലാകുന്നു. അതായത് ഈ മരിച്ച പെൺകുട്ടി യൂനായി വരുന്നതിന് മുന്നേ ഇയാളുടെ ഷോപ്പിലുണ്ടായിരുന്നതാണ്. ഇയാളില്ലാത്ത ടൈമിൽ ഇവൾ കുറച്ച് ക്യാഷ് മോഷ്ടിക്കുന്നത് ഇയാൾ കണ്ടു. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ഈ ഫ്രോഡ് മോശമായിട്ട് ഇവളോട് പെരുമാറുമ്പോൾ ഇവൾ അതിലും വലിയ ഫ്രോഡ് ആയിരിക്കും. ഇതെല്ലാം ഇയാൾ അറിയാതെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ക്യാഷിന് വേണ്ടിയാണ് മരിച്ച പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നത്. ക്യാഷ് കൊടുക്കാൻ വേണ്ടി ഇയാൾ വിളിക്കുന്നതോ തീം പാർക്കിന്റെ അവിടേക്കും. ഇവളെ ഇയാൾ അടിക്കുന്നതും കുത്തുന്നതല്ല കറക്റ്റ് ആയിട്ട് ഒരു ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ടൈമിൽ എവിടുന്നോ നല്ല വെളിച്ചം വരുന്നത് കൊണ്ട് അത് ക്ലിയർ ആയി പോലീസുകാർക്ക് കാണാനും കഴിയുന്നു. പിന്നീട് പെൺകുട്ടിയെ കൊന്ന ആ കത്തി പാവം മെജീഷ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടു. ആ ടൈമിലാണ് മെജീഷ്യനെ ആക്രമിക്കാൻ നോക്കിയ ഇയാളെ പ്രതിരോധിക്കുന്ന മെജീഷ്യന്റെ വീഡിയോ ഹനയ്ക്ക് കിട്ടുന്നത്. മെജീഷ്യന്റെ കോട്ടും തൊപ്പിയും മോഷ്ടിച്ച് അതുപോലത്തെ സൈസിലുള്ള ഒരു കത്തി ഒപ്പിച്ച് ആ വയസ്സായ സ്ത്രീയിൽ നിന്നും പണം മോഷ്ടിച്ചതും ഇയാൾ തന്നെ. എല്ലാം കഴിഞ്ഞ് മജീഷ്യനെ കൊടുക്കാൻ വേണ്ടിയാണ് മെജീഷ്യൻ തള്ളിയിട്ടു, വട്ടനാണ്, അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നത്. അങ്ങനെ കേസ് അവിടെ കഴിയുന്നു. നെക്സ്റ്റ് സീനിൽ യൂനായി ഓഫീസറുടെ അടുത്ത് വന്ന് ആ ഷോപ്പ് ഓണർ എന്നോട് മോശമായി പെരുമാറിയിരുന്നു, അന്ന് എനിക്ക് പറയാൻ പേടിയായിരുന്നു എന്നൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഓഫീസർ ആണെങ്കിൽ അതെ 2 മാസം മുന്നേ മാർച്ച് 11 രാത്രി തീം പാർക്കിൽ പതിവില്ലാതെ എന്തെങ്കിലും നടന്നതായി മോൾ ഓർക്കുന്നുണ്ടോ? എന്താ കാര്യമെന്ന് യൂനായി ചോദിക്കുമ്പോൾ അല്ല, കാലങ്ങളായി തകരാറിലായിരുന്ന ക്യാമറ 4 മിനിറ്റത്തേക്ക് മാത്രം റെക്കോർഡാകുന്നു. അവിടെ നല്ല ലൈറ്റും ഫ്ലാഷും ഒക്കെ കണ്ടു. അന്നെങ്ങാനും മോൾ അവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഇവൾ പറയുന്നത്. പക്ഷെ ഓഫീസർ പോയി കഴിഞ്ഞാണ് ഇവൾക്ക് ഓർമ്മ വരുന്നത്. ഈ പറഞ്ഞ ഡേറ്റിലാണ് ഇവൾക്ക് മെജീഷ്യൻ ആ വർണ്ണാഭമായ വെടിക്കെട്ടും മറ്റും കാണിച്ചു കൊടുത്തത്. ആ മാജിക്കിലെ ബട്ടർഫ്ലൈ പോയി ഒരു ക്യാമറയുടെ മുകളിൽ ഇരുന്നപ്പോഴാണ് അത് വർക്കായത്. 4 മിനിറ്റ് മാത്രമേ അത് വർക്കായതെങ്കിലും ഇവര് പോലും അറിയാതെ പുറത്തു നടന്ന കൊലപാതകം അതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. സോ നേരത്തെ കാണിച്ച വീഡിയോയിലെ ആ ലൈറ്റ് ഒക്കെ കാരണമാണ് ഇയാൾ ശരിക്കും കുത്തുന്നത് ഈ പോലീസുകാർക്കും കാണാൻ കഴിഞ്ഞത്. നെക്സ്റ്റ് സീനിൽ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവാൻ നിൽക്കുന്ന നാൽദങ്ങിനെ സാറ് ചീത്ത പറയുന്നു. ഒരൊറ്റ എക്സാം എഴുതിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, അത് എഴുതിയാൽ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ, അതിന് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ? ലാസ്റ്റ് ഇൻസിഡന്റ് ഓർമ്മയില്ലേ? നിന്റെ അച്ഛൻ വന്ന് അത് ഒതുക്കി തീർത്തത് കൊണ്ട് കുഴപ്പമില്ല, നിനക്കിനി നല്ല സ്കൂളിൽ ചേരാൻ ഇനിയും അവസരമുണ്ട്. ഈ ബുദ്ധിമുട്ടുള്ള വഴി നീ എന്തിനാ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിക്കുന്ന സാറിനോട് ഒരു ചെറുപുഞ്ചിരിയോടെ ആ ബുദ്ധിമുട്ടുള്ള വഴി ഞാനൊന്ന് അറിയട്ടെ എന്ന് നാൽദങ് പറയുന്നു. അങ്ങനെ അവസാനം അവൻ ഇഷ്ടമുള്ള വഴി അവൻ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു വിന്റർ കാലം കാണിക്കുന്നു. ഇവളുടെ അനിയത്തിക്ക് മെജീഷ്യൻ അന്ന് കൊടുത്ത മുട്ട ഒരു കോഴിയായി അത് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. യുനായി ആണെങ്കിൽ മെജീഷ്യന് കത്ത് എഴുതുന്നത് കാണിക്കുന്നു. യുനായി ഇപ്പൊ കോളേജ് സ്റ്റുഡന്റ് ആണ്, അവൾ ആകെ മാറിയിട്ടുണ്ടായിരിക്കും. അനിയത്തിയാണെങ്കിൽ യുനായിക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അച്ഛനാണെങ്കിൽ പണ്ടത്തെ പോലെ ഓടി ഒളിക്കാതെ ദൂരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഇവളും പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് 2 പേരും കൂടി കടങ്ങളൊക്കെ വീട്ടുകയാണ്. അച്ഛനാണെങ്കിൽ വീക്കെൻഡിൽ ഇവരെ കാണാനും വരാറുണ്ട്. യുനായി ആണെങ്കിൽ തീം പാർക്കിൽ പോകാറുണ്ടെന്ന് മാത്രമല്ല അമ്മയ്ക്കും മെജീഷ്യനും ഇപ്പോഴും കത്തെഴുതി ആ മെയിൽ ബോക്സിൽ ഇടാറുണ്ട്. അവിടെ നിന്നും അവൾ നേരെ പോകുന്നത് പാർട്ട് ടൈം ജോലിക്കാണ്. അതായത് ഹോട്ടലിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ഫാമിലിക്ക് മാജിക് ഷോ കാണിച്ചു കൊടുക്കുന്നു. അതാണ് ജോബ്. ഇവളത് നന്നായി ആസ്വദിച്ചാണ് ചെയ്യുന്നത്. മാജിക്കിന്റെ അവസാനമായിട്ട് ഇവൾ ആ കുട്ടിയോട് നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ടൈമിൽ മെജീഷ്യനും ചോദിക്കുന്നത് കാണിച്ച് ഈ സീരീസ് ഇവിടെ അവസാനം എന്ന് ഡൗട്ട് അടിച്ചു നിൽക്കുന്ന സാധ്യത. സോ നിങ്ങൾക്ക് ഈ സീരീസിന്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.